നമസ്കാരം. നമ്മളുടെ സുര പുതിയൊരു വാദവുമായി വന്നിട്ടുണ്ട്. കൊല ചെയ്താൽ സ്വർഗത്തിൽ പോകാം എന്നുള്ളത് എൻ്റെ അറിവിൽ ആദ്യമായിട്ട് ഞാൻ അറിയുന്ന ഒരു അത്ഭുതങ്ങളിൽ ഒന്നാണ്. കൊല ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നുള്ളത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരാളെയും കൊല്ലരുത്, ഉപദ്രവിക്കരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്തായാലും സുരന്റെ വാദം ഉഷാറാണ്. കാരണം ഇങ്ങനെ പറയല്ലാതെ എന്തിലും ഏതിലും മതം തിരികെ കയറ്റണം, എന്തിലും ഏതിലും വർഗീയത ഉണ്ടാക്കണം, അതാണ് സുരയുടെ സ്വന്തം പരിപാടി എന്ന് പറയുന്നത്. കാരണം ആൻസ് തിരികെ കയറ്റുന്നത് പോലെ വർഗീയതയും ഏത് വിഷയത്തിലും തിരികെ കയറ്റാൻ മിടിമിടുക്കനാണ് നമ്മളുടെ സുര എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് സുര പറയുന്ന ആ കാര്യം ഒന്ന് കേട്ടു നോക്കാം. ലഹരിയല്ല കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത്. വെഞ്ഞാറമൂട് കൊലപാതകം ശരിയായി മുൻവിധിയില്ലാതെ പരിശോധിക്കപ്പെടേണ്ട ഒരു കൊലപാതകം. സാധാരണ ഒരു കൊലപാതകമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ ആ കൊലയാളി എത്ര വലിയ പരിശീലനം ആ കൊലയാളി കിട്ടിയിരിക്കുന്നത് മനസ്സിലായി. എത്ര വലിയൊരു മാനസിക പരിവർത്തനം അയാൾക്ക് ഉണ്ടായിരിക്കുന്നു. കൊല നടത്തുന്നു, അതും അടുത്ത ബന്ധുക്കളെ കൊല്ലുന്നു, നേരെ ബാറെ പോയി മദ്യപിക്കുന്നു, തിരിച്ചു വരുന്നു, നേരെ ATM കയറുന്നു, കാശ് എടുക്കുന്നു, വേറെ ആൾക്ക് പണം അയക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി പോലീസിനോടൊപ്പം ഫോണിൽ സംസാരിച്ചുകൊണ്ട് അയാൾ കീഴടങ്ങുന്നു. എവിടെയോ കാര്യമായിട്ടുള്ള പരിശീലനം. ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് ഒരു ദൈവദത്തമായ കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള പരിശീലനം അവർക്ക് ലഭിക്കുന്ന സംശയം വളരെയധികം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിന് മുമ്പ് അനുഭവങ്ങളുണ്ട്. മലപ്പുറം ജില്ലയിലെ 4 കൊലപാതകങ്ങൾ, താമി വധം ഉൾപ്പെടെയുള്ള 4 കൊലപാതകങ്ങൾ എല്ലാ പ്രോസിക്യൂഷൻ നടപടികളും കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് അതൊരു തീവ്രവാദ പരിശീലന കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കേരള പോലീസ് തന്നെ കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു മുൻവിധിയില്ലാത്ത ശരിയായ അന്വേഷണം വേണം. ഇപ്പൊ താമരശ്ശേരി ആ വിദ്യാർത്ഥിയുടെ കൊലയെ നമ്മളെ ഭയപ്പെടുത്തുന്ന നെഞ്ചക്ക് ഉപയോഗിച്ച് തലച്ചോറിന് പുറത്തെടുക്കുന്നു. നമ്മളൊരു സാധാരണ ഒരു അക്രമത്തിൽ സംഭവിക്കുന്നതല്ല. അപ്പൊ ആ നെഞ്ചക്കിന് പരിശീലനം കിട്ടിയിരിക്കുന്നു. ഇപ്പൊ കേരള പോലീസ് തന്നെ സംശയിക്കുന്നത് അവരുടെ ബന്ധുക്കൾ, അച്ഛനെയൊക്കെ സംശയിക്കും. നോക്കൂ, ഈ സീരീസ് ഓഫ് കില്ലിങ്സ് വളരെയധികം ഭയാശങ്ക ഉളവാക്കുന്നതാണ്. ഇതിന് ശരിയായ അന്വേഷണം വേണമെന്നുള്ളതാണ് ഒരു സംശയം. അപ്പൊ ഈ സ്വന്തം കുടുംബാംഗങ്ങളെ തീവ്രവാദ പരിശീലനത്തിൽ അതാണ് അങ്ങനെ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു. കൊലപാതകം നടത്തിയാൽ ആളുകളെ കൊന്നു കഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിലേക്ക് പോവാം എന്നുള്ള ഒരു ട്രെയിനിങ് എവിടെയോ കിട്ടുന്നുണ്ട് ആൾക്കാർ. ഞാനിത് ഒരു രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ട് പറയുന്നതല്ല. ഈ ഭയാനകമായിട്ടുള്ള കൊലപാതകങ്ങളെല്ലാം നോക്കുമ്പോൾ ആ നിലയിലുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ്. അത് ക്ലിയർ ചെയ്യാനുള്ള ബാധ്യത പോലീസിനുണ്ട്. വളരെ കൃത്യമായിട്ട് കക്ഷി ലാസ്റ്റ് പറഞ്ഞു, ഇതൊരു രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് പറയല്ല. ശരിയാണ്, രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് പറയല്ല എന്നുള്ളത് അന്നം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് സുരേട്ടാ. വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് രാഷ്ട്രീയ ഉദ്ദേശം വെച്ചിട്ട് പറയല്ല, ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് വർഗീയത കുത്തിക്കയറ്റുകയാണ് എന്നുള്ളത് അന്നം കഴിക്കുന്ന അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. കണ്ണി കണ്ട ഗോമൂത്രം ചാണകവും തിന്ന് നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. സുരേട്ടാ, ഇവിടെ ചെയ്ത ഈ കൊലപാതകങ്ങൾ ഒന്നിനെയും സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒരാളെയും കൊല്ലാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പിൻപറ്റി പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സുരേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ. മുൻപ് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ടല്ലോ, ഗോമാതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് പശുക്കളെ കടത്തിയതിന്റെ പേരിൽ ഒരുപാട് ആളുകളെ കൊന്ന ചരിത്രമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഇപ്പൊ അടുത്താണ്, കൂടുതലൊന്നും ആയിട്ടില്ല, എന്തായാലും 10 വർഷം 15 വർഷമൊന്നും ആയിട്ടില്ല. ഇപ്പൊ അടുത്ത് നടന്ന ഒരു സംഭവമാണ് ഈ ഗോമാതാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പശുകടത്തിന്റെ പേരിൽ ഒരുപാട് ആളുകളെ കൊല വിളിച്ചിട്ടുണ്ട് ഈ RSS സംഘപരിവാറിന്റെ ആളുകള്. അന്നൊക്കെ ഈ ആളുകളൊക്കെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഗോമാതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പശുക്കടത്തിന്റെ പേരിൽ ജനങ്ങളെ കൊന്നു തള്ളിയിരുന്നത്. ഒരാളെ കൊന്നു കഴിഞ്ഞാലും സ്വർഗത്ത് പോകാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ കൊന്ന സംഭവം എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിലെ ഉമ്മയെ പോലും കൊല്ലാൻ ശ്രമിച്ചവനാണ് അവനൊക്കെ മൃഗമാണ്, മനുഷ്യന്റെ എണ്ണത്തിൽ കൂട്ടാൻ പാടില്ല. ഇപ്പൊ കുറച്ച് ദിവസം മുൻപ് നടന്ന ആ കുട്ടികളുടെ വിഷയത്തിൽ തന്നെ ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൻ വിട്ടത് പോലും തെറ്റാണ് എന്നാണ് പറയേണ്ടത്. കാരണം എന്തിന് പരീക്ഷ എഴുതിക്കണം? ഇതുപോലെയുള്ള ക്രിമിനലുകളെ എന്തിനു വളർത്തണം? ഇതുപോലെയുള്ള ക്രിമിനലുകളെയൊക്കെ കാലാകാലം അതിന്റെ ഉള്ളിൽ കിടന്ന്, ജയിലറക്കുള്ളിൽ കിടന്ന് നരക യാതന അനുഭവിക്കേണ്ടവരാണ് അവരൊക്കെ. നരക യാതന അനുഭവിച്ചുകൊണ്ട് ജീവിതകാലം മൊത്തം ജയിലറക്കുള്ളിൽ കടന്നുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവനൊന്നും മനുഷ്യനല്ല, അവനൊന്നും ജീവിക്കാനുള്ള അർഹതയില്ലേനി. കാരണം ഒരു കുടുംബത്തിന്റെ ഒരു പൈതലിനെയാണ് ഇല്ലാതെയാക്കിയിട്ടുള്ളത്. അതും അതിക്രൂരമായിട്ട് എന്ന് തന്നെ പറയാം. നെഞ്ചക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് കൊന്നിട്ടുള്ളത്. എന്നിട്ട് അവര് ചർച്ച നടത്തുകയാണ്. കൂട്ടമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ അവിടെ ശിക്ഷയില്ല, ശിക്ഷയിൽ ഇളവുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. എവിടുന്ന് പഠിച്ചു? നമ്മളുടെ നാടുകളിലെ സിനിമകളിൽ നിന്ന് പലതും പഠിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം ഒരുപാട് സിനിമകൾ ഇതിനൊക്കെ പ്രചോദനമാവുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സിനിമകൾ കണ്ടിട്ട് പോലും പല രീതിയിലുള്ള ആക്രമണങ്ങൾ കുട്ടികൾ അഴിച്ചുവിടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ഉണർന്നു, ലഹരിക്കെതിരെ ഉണർന്നു. എന്നാൽ ഈ ലഹരിക്കടത്തിൽ ആരും പറയാൻ ധൈര്യപ്പെടാത്ത മറ്റൊരു കാര്യം ഉണ്ടാവും. ഈ ലഹരിക്കടത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ അത്യാവശ്യം നല്ല നിലയിൽ നല്ല സ്ഥാനമാനങ്ങളുള്ള ആളുകളാവും ഇതിന്റെ ഒക്കെ തലപ്പത്ത്.
ഈ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇതിനൊക്കെ എതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്താവും? ഈ ലഹരികളൊന്നും നമ്മുടെ നാടുകളിൽ എത്തില്ല. കേന്ദ്രത്തിന്റെ തന്നെ എത്രയോ പോർട്ടുകൾ അദാനി അംബാനി പോലെയുള്ള ആളുകൾക്ക് ഭീമന്മാർക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത് ഒരു പോർട്ടിൽ നിന്ന് അദാനിയുടെയോ അംബാനിയുടെയോ ഒക്കെ പോർട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് എത്ര കോടികളുടെ ലഹരിയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയും. അപ്പൊ ലഹരി വരുന്നത് ഏത് വഴിയിലൂടെയാണ്? ആദ്യം പിടിക്കേണ്ടത് തലപ്പാണ്. ഈ താഴെ കടയിൽ കിടക്കുന്ന 1-2 ആളുകളെ പിടിച്ച് കേസ് ക്ലോസ് ചെയ്യുകയല്ല വേണ്ടത്. ഇതിന്റെ ഒക്കെ അറ്റം തേടിപ്പോയി ആ അറ്റം ഇല്ലാതെയാക്കാൻ കഴിയണം നമ്മളുടെ നാട്ടിലെ നിയമപാലകർക്ക്. പക്ഷെ അവിടേക്ക് എത്താൻ നമ്മളുടെ നാട്ടിലെ നിയമപാലകർക്ക് കഴിയില്ല എന്നുള്ളത് ഇവരുടെ നിസ്സഹായതയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം നമ്മളുടെ നാട്ടിലെ നേതാക്കൾ അതിന് അനുവദിക്കില്ല. കാരണം ഇതിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നവരിൽ നിന്നും നമ്മളുടെ നാട്ടിലെ പല നേതാക്കളുടെ പോക്കറ്റിലേക്കും പണം വന്നു ചേരുന്നുണ്ട്. പണം വന്നു ചേരുന്നുണ്ട്. അപ്പൊ അവരെ വിളിച്ച് പറയും, ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, അവിടെ വെച്ച് നിർത്താൻ പറയണമെന്ന് പറഞ്ഞിട്ട് പാതി വഴിയിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥര് ആ അന്വേഷണം അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഒന്നും തലപ്പത്തുള്ള ആളുകളെ പിടിക്കാൻ കഴിയാത്തത്. അല്ലാതെ നമ്മളുടെ കേരള പോലീസിനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്താ പറയാ മറ്റുള്ള അന്വേഷണ സംഘങ്ങൾക്കോ എത്തിപ്പെടാൻ കഴിയാത്ത കേടൊന്നുമില്ല. പക്ഷെ അത് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ആ ആളുകളെ ഉദ്യോഗസ്ഥര്, ഇവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥര് അവരെ തഴഞ്ഞു നിർത്തും. മതി, അവിടെ വെച്ച് നിർത്തിക്കോ, ഇനി അങ്ങോട്ട് ഇതിന്റെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകണ്ട എന്ന് പറയും. അല്ലേ? നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്ന അവസ്ഥ അതാണ് മാറേണ്ടത്. നമ്മളുടെ നാടുകളിൽ ലഹരിക്കെതിരെ നമ്മൾ പൊരുതുമ്പോ ആദ്യം തലപ്പാണ് ഇല്ലാതെയാക്കേണ്ടത്. അല്ലാതെ വാല് പിടിച്ച് തലപ്പത്തേക്ക് എത്തുമ്പോഴേക്കും നടുവിൽ നിന്ന് നിർത്തേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും. നമ്മളുടെ കേരളത്തിന്റെ കാര്യം തന്നെ എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ കേരളത്തിന്റെ സകല ബോർഡറുകളും വളരെ കർശനമായിട്ട് ചെക്കിങ് നടത്തുകയാണ് നിയമപാലകർ എന്നുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിലേക്ക് ഈ ലഹരികളൊന്നും എത്തില്ല. പക്ഷെ അതിനും കൈക്കൂലി മേടിച്ചും അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച മേടിച്ചും സ്വന്തം നാട്ടിലെ മക്കളെയും കൂടപ്പിറപ്പുകളെയും കൊല്ലാൻ പോലും പാകത്തിന് വരുന്ന മയക്കുമരുന്നുകൾ നമ്മളുടെ നാട്ടിലേക്ക് ഇറക്കി കൊടുക്കാൻ നമ്മളുടെ നാട്ടിലെ തന്നെ ചില ഉദ്യോഗസ്ഥരുടെ കൈകൾ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് പറയേണ്ടി വരിക തന്നെ ചെയ്യും. പിന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത്, നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ അടിച്ച് ശരിപ്പെടുത്തിക്കൊണ്ട് ശിക്ഷിക്കാൻ നമ്മളുടെ മാഷന്മാർക്കും ടീച്ചർമാർക്കും അവകാശം ഉണ്ടായിരുന്നു, ഉപ്പമാർക്കും ഉമ്മമാർക്കും അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഇല്ലാതെ പോയി. ഒരു കുട്ടിയെ ഒന്ന് ചീത്ത പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല, അപ്പൊ പോയി കേസ് കൊടുക്കുക. എന്നിട്ട് ഈ ചീത്ത പറഞ്ഞ മാഷോ അല്ലെങ്കിൽ ടീച്ചറോ അടിച്ച ടീച്ചറോ അല്ലെങ്കിൽ അടിച്ച മാഷോ ഉപ്പയോ ഉമ്മയോ ആരോ ആയിക്കൊള്ളട്ടെ, അവര് പോക്സോ കേസിൽ പ്രതിയാകുക. ഇതാണ് ഇപ്പൊ നമ്മളുടെ നാട്ടിലെ അവസ്ഥ. ഈ അവസ്ഥയും ഈ നിയമവും നമ്മളുടെ നാട്ടിൽ നിന്ന് എന്ന് മാറുന്നോ അന്നേ ഇനി പഴയ ഒരു കാലം നമ്മളുടെ നാടിന് തിരിച്ചു വരൂ. അല്ല എന്നുണ്ടെങ്കിൽ ന്യൂജൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകള് മയക്കുമരുന്നും ലഹരിയും ഉപയോഗിച്ചുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മളുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടേയിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഇതിനൊക്കെ തടയിടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലെ നിയമപാലകരും ഉദ്യോഗസ്ഥരും ഒന്നടങ്കം ഒന്നിച്ചു നിന്നുകൊണ്ട് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇത് നിർത്തലാക്കാൻ കഴിയുമെന്നാണ് പറയാനുള്ളത്. കൂട്ടത്തിൽ നമ്മൾ ജനങ്ങളും നാട്ടുകാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലഹരിക്കെതിരെ പോരാടുക മാത്രമാണ് ഇതിനൊരു പോംവഴി. അപ്പൊ സുരേട്ടനോട് ഇത്രേ പറയാനുള്ളൂ. ലഹരിയുടെ പേരിൽ അല്ലെങ്കിൽ ഒരാളെ കൊന്നതിന്റെ പേരിൽ ഒരിക്കലും ഒരാൾ സ്വർഗത്തിൽ എത്താൻ പോകുന്നില്ല. അത് ഒരു മതത്തിലും ഒരു മതത്തിന്റെ കീഴിലും എവിടെയും ഒരു കിതാബിലും പറയുന്നില്ല. ഒരാളെയും കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ എത്തുമെന്ന് പറയുന്നില്ല എന്നുള്ളത് ആദ്യം സുരേട്ടൻ മനസ്സിലാക്കുക. എല്ലാത്തിലും ആനസ് തിരികെ കയറ്റുന്നത് പോലെ വർഗീയത തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.